നമുക്ക് പറയുവാനുള്ളത് പൂർണ്ണമായും ശ്രവിച്ചുകൂടും. എന്തിനു ശ്രവിക്കണം? എന്താണ് ശ്രവിക്കുക? അങ്ങയുടെ പത്നിയാണോ അല്ലയോ എന്ന് നാം എന്തിനു ശ്രവിക്കണം? അപമാനം സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് സ്വാമി. നാം എപ്രകാരമാണ് ഭവതിയെ അപമാനിച്ചത് പാർവതി? ഒരു അന്യ സ്ത്രീയുടെ സമക്ഷം സ്വന്തം പത്നിയെ പത്നിയല്ലെന്ന് പറയുന്നത് അപമാനമല്ലേ? അവൾ മായാവിലേഖയാണെന്നുള്ള സത്യം നാം പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. അങ്ങവൾക്ക് ഈ ദുസ്സാഹസത്തിനുള്ള ശിക്ഷ നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവൾ ദേവിയുടെ രൂപത്തിലല്ലേ വന്നത് പാർവതി? അപ്പോൾ നാം അവളെ കഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലും അഥവാ ശിക്ഷിച്ചിരുന്നെങ്കിലും അത് ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാവുമായിരുന്നില്ല. അങ്ങ് സദാ നമ്മെ ഇപ്രകാരം പ്രേമത്തിന്റെ സരസഭാഷയിലൂടെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്.